നമ്മുടെ ഉപവാസ സമരം സമാപിക്കുകയാണ്. രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് ഈ ഉപവാസം. ഇതേ ദിവസം തന്നെ സംസ്ഥാന കമ്മിറ്റി, നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റി കേരളത്തിലെ മുഴുവൻ പ്രവർത്തകരോടും ഉച്ചക്ക് ഊണ് ഉപേക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പ്രവർത്തകർ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളും. അത് ഈ ഉപവാസത്തോടുള്ള ഐക്യദാർഢ്യമല്ല, വിശന്ന് പൊരിഞ്ഞ് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഗസയിലെ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യം. നമ്മൾ ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ചതുകൊണ്ട് ലോകത്ത് അതിശയങ്ങളോ അട്ടിമറികളോ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ ശ്രീജ നെയ്യാറ്റിൻകര ചൂണ്ടിക്കാണിച്ചതുപോലെ ഗസക്കൊപ്പമാണ് നമ്മൾ എന്ന് അടയാളപ്പെടുത്തുകയാണ്. ഇന്ന് വാസ്തവത്തിൽ ലോകത്ത് 2 ചേരികളാണ്. ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ലോകത്ത് 2 ചേരികളാണ്. ഒന്ന് അമേരിക്കയെ അനുകൂലിക്കുന്ന ചേരി, ഒന്ന് സാത്താൻ്റെ ചേരി. ക്യൂബയെയും വടക്കൻ കൊറിയയെയും ഇറാനെയും ഒക്കെ ചൂണ്ടിക്കാട്ടി സാത്താൻ്റെ ചേരി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പേരിട്ട് വിളിച്ച് അധിക്ഷേപിച്ചു. ഇന്ന് ലോകത്ത് 2 ചേരികളാണ്. ശ്രീജയുടെ തന്നെ വാക്കുകൾ കടമെടുത്തുകൊണ്ട്, ഒന്ന് മനുഷ്യത്വത്തിൻ്റെ ചേരി, മറ്റൊന്ന് പിശാചിൻ്റെ ചേരി. നമ്മൾ മനുഷ്യത്വത്തിൻ്റെ ചേരിയോടൊപ്പമാണ് എന്ന് അടയാളപ്പെടുത്തുകയാണ് ഈ ഉപവാസം. ഈ രാജ്യത്ത്, പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ ഈ ഉപവാസ സമരവും കഫിയയും പലസ്തീൻ്റെ കൊടിയും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ അടയാളങ്ങളാകുമായിരുന്നു. കേരളത്തിലായതുകൊണ്ട് ഇത് രാജ്യദ്രോഹ അടയാളങ്ങളല്ല എന്ന് മാത്രം നമ്മൾ ഉൾക്കൊള്ളുന്നു, മനസ്സിലാക്കുകയും ചെയ്യുന്നു. മനുഷ്യത്വത്തോടുള്ള ഐക്യദാർഢ്യമാണ്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. രാവിലെ തൊട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നു എന്നതുകൊണ്ട് മാനവരാശിയോട് മഹത്തായ ത്യാഗം നമ്മൾ പ്രകടിപ്പിച്ചു എന്നൊന്നും അർത്ഥമില്ല. യഹ്യ സിൻവാർ വെടിയേറ്റു മരിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരം പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടു. അദ്ദേഹം ഗസയിലെ സമരനായകന്. ശരീരം പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടപ്പോൾ 3 ദിവസമായി അദ്ദേഹത്തിൻ്റെ ആമാശയത്തിലേക്ക് ഒരു വറ്റുപോലും കടന്നു ചെന്നിരുന്നില്ല എന്ന് വെളിപ്പെടുകയും ചെയ്തു. അത് പോരാടുന്ന ജനതയുടെ ഒരു നായകൻ്റെ അവസ്ഥയാണ്. ഒരുപാട് സമവാക്യങ്ങൾ ഗസയിലെ പോരാട്ടങ്ങൾ മാറ്റിമറിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപാട് ധാരണകൾക്ക് മാറ്റം വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ തിരുവല്ല ബാസിസാർ ചില വസ്തുതകൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ ആ വാക്കുകളെ നിങ്ങളൊക്കെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നതും ശ്രദ്ധിക്കുകയുണ്ടായി. ലോകത്ത് പല മാറ്റങ്ങളും വരുന്നു. ആ മാറ്റങ്ങൾക്കൊപ്പം ആ മാറ്റങ്ങളെ അതിൻ്റെ ശരിയായ അർത്ഥത്തിലും പൊരുളിലും ആഴത്തിലും പ്രകടിപ്പിക്കാൻ മലയാള മാധ്യമങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു എന്ന യാഥാർത്ഥ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആ യാഥാർത്ഥ്യങ്ങളോട്, മാറ്റങ്ങളുടെ യാഥാർത്ഥ്യങ്ങളോട് ചെറിയ തോതിലെങ്കിലും നീതി പുലർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുകയല്ല, പ്രത്യാശിക്കുകയാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലത്തും ലോകത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. മലയാളിക്ക്
മലയാളിയുടേതായ ചില നാട്യങ്ങളും ഭാവങ്ങളുമുണ്ട്. തങ്കപ്പെട്ട മലയാളി എന്ന് ഞാൻ എന്നെ അഭിസംബോധനം ചെയ്യുമെങ്കിലും, ഞാൻ എന്നെ മലയാളി സുബോധത്തിൻ്റെയും പ്രബുദ്ധതയുടെയുമൊക്കെ പ്രതീകമായി ഞാൻ എന്നെ വാഴ്ത്തുമെങ്കിലും, എന്നെ പ്രതിയാക്കുന്നതാണ് മറ്റാരെ പ്രതിയാക്കുന്നതിനേക്കാളും സൗകര്യമെന്ന നിലയ്ക്കാണ് ഞാൻ എന്നെ എന്ന് ഉപയോഗിക്കുന്നത്. എങ്കിലും ഒരു വസ്തുത മനസ്സിൽ മായാതെ കിടക്കും. അത് നമ്മളൊക്കെ പറയാറുണ്ട്, മലയാളികൾക്ക് വലിയ സാമൂഹ്യ പ്രബുദ്ധതയും വലിയ നീതിബോധവും അതിനേക്കാളൊക്കെ വലിയ രാഷ്ട്രീയ ധാരണയുമാണ് എന്ന്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, അടിയന്തരാവസ്ഥ കാലത്തെ എത്ര കാലം അടിയന്തരാവസ്ഥ അതിദാരുണമായി. ഞങ്ങളൊക്കെ ഒന്ന് പഠിക്കുക, കോളേജിൽ പഠിക്കുന്ന 1ാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അടിയന്തരാവസ്ഥ കാലത്ത് ആവുന്ന വിധം, അണ്ണാറക്കണ്ണൻ ആവുന്ന വിധം എന്നതുപോലെ, തന്നാലാവും വിധം എന്ന പോലെ അടിയന്തരാവസ്ഥ വിരുദ്ധ ലഘുലേഖകൾ കോളേജുകൾ കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന പലരും ഏറ്റെടുത്ത പണികളിൽ ഒരു പണി ഏൽപ്പിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്രകാരം ലഘുലേഖയുമായിട്ട് പോകുന്ന സമയത്ത്, വിഷയമല്ല സൂചിപ്പിച്ചെന്നേ ഉള്ളൂ, അത് പോട്ടെ, അതങ്ങനെ പറയുമ്പോൾ ട്രാക്ക് മാറും. അധ്യാപകരാകുമ്പോൾ അങ്ങോട്ട് സംസാരിച്ച് മാത്രമേ ശീലമുള്ളൂ എന്നതുകൊണ്ട് ഒരുപക്ഷെ എൻ്റെ സംസാരം നീണ്ടുപോകും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഇത്രേ പറയുന്നുള്ളൂ. അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലൊരു ലോക്സഭാ ഇലക്ഷൻ ഉണ്ടായി. എന്തായിരുന്നു കേരളത്തിലെ റിസൾട്ട് എന്ന് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? 20 സീറ്റുകളിൽ 20 സീറ്റിലും ജയിച്ചത് ആരെന്നറിയോ? അടിയന്തരാവസ്ഥയെ ആവോളം പുകഴ്ത്തുകയും അടിയന്തരാവസ്ഥയുടെ ആളുകളെ വാനോളം പ്രസാദിപ്പിക്കുകയും ചെയ്ത നിലപാടുകാരുടെ വക്താക്കൾ 20ൽ 20 വാങ്ങി അവർ വിജയിച്ചു. 82 സീറ്റ് ഉണ്ടായിരുന്ന UPയിൽ, അന്ന് UP അങ്ങനെയാണ്. 82 സീറ്റിൽ ഇപ്പറയുന്ന അടിയന്തരാവസ്ഥയുടെ ആളുകൾക്ക് 0 സീറ്റുകളാണ് കിട്ടിയത്. അന്ന് ബീഹാറിൽ 54 സീറ്റുകളായിരുന്നു ലോക്സഭയിലേക്ക്. ജാർഖണ്ഡോ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംഗതികളൊക്കെ പിന്നീട് വന്നതാ. ബീഹാറിൽ 54ൽ അടിയന്തരാവസ്ഥയുടെ ആളുകൾക്ക് ലഭിച്ചത് 0 സീറ്റുകളാണ്. ഈ സാമൂഹ്യ പ്രബുദ്ധതയുടെ ഈ കളിത്തൊട്ടിലിൽ അതാണ് ആ ഒരു കേരളീയതയുടെ ആ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതി നമ്മളിലും ആണ്ടിറങ്ങി നിലനിൽക്കുന്നു എന്നത് ഒരു ആത്മവിചാരണ എന്ന നിലയിൽ പറയാതിരിക്കാൻ സാധിക്കോ? ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ സൽക്കാരത്തിൽ പങ്കുകൊള്ളേണ്ടി വന്നു. ഞാൻ കുറേ കാലമായി, നിങ്ങളിൽ പലരും എന്ന പോലെ ഞാനും, ഈ ബഹുരാഷ്ട്ര കമ്പനികളുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കുന്ന ഗണത്തിൽപ്പെട്ടവരാണ് നമ്മളൊക്കെ. നമ്മൾ ബഹിഷ്കരിച്ചത് കൊണ്ട്, ഒരു പെപ്സി നമ്മൾ ഒഴിവാക്കിയത് കൊണ്ട് ആഗോള ഭീമന് പരിക്കേൽക്കില്ല എന്ന് പറയാം. നമ്മുടെ മനസാക്ഷിയോടൊരു നീതി ചെയ്യുന്നു എന്ന സമാധാനമെങ്കിലും നമുക്കാവുമല്ലോ. അപ്പോൾ ഞാൻ പിന്നീടുള്ള ഈ സംഭവവികാസങ്ങൾക്ക് ശേഷം ആഗോള ഭീകരനെ ആവും വിധം ഒഴിവാക്കുന്നിടത്ത് മറ്റൊരു കാര്യം കൂടെ നിരീക്ഷിക്കാറുണ്ട്. ആരൊക്കെ ഈ ഭീമനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു, അവനവൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പോലും വലിയ കാവലും കരുതലും പുലർത്തുന്ന ആളുകൾ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ, മുമ്പൊരിക്കൽ ഈ പെപ്സി കോളയുടെ സാക്ഷാൽ ഉൽപാദകരുടെ നാട്ടിൽ നിന്ന് ഒരു വക്താവ് വന്ന് ഈ സംഗതികൾ വിശദീകരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തോട് വളരെ മുമ്പ് ഒരു പത്രത്തിൽ വന്ന വാർത്ത വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇംഗ്ലീഷുകാരനാണ് അദ്ദേഹം, അപ്പോൾ അദ്ദേഹത്തോട് ഈ പെപ്സിയിൽ കീടനാശിനി ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ രാജ്യത്ത് വിതരണം ചെയ്യുന്ന പെപ്സിയിലുള്ള കീടനാശിനിയുടെ അളവിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ നാട്ടിലെ വിതരണം ചെയ്യപ്പെടുന്ന പെപ്സിയിൽ തുലോം കീടനാശിനി ഇല്ല എന്ന് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആരോഗ്യ ബോധമുള്ള ആളുകളാണല്ലോ. അങ്ങനെ നമ്മുടെ തീന്മേശയിൽ പെപ്സി കോള കഴിച്ചുകൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധതയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പച്ചയായ കാപ്പട്യത്തിൻ്റെ നേർക്കാഴ്ചകളുടെ മുന്നിൽ പല സന്ദർഭങ്ങളിലും സ്വന്തം മനസ്സിനോട് വല്ലാത്ത ഒരു അനാദരവ് തോന്നിക്കുന്ന ഘട്ടങ്ങളും ഉണ്ടാവാറുണ്ട് എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ ഗസ സംഭവങ്ങളൊക്കെ ഉണ്ടായ ശേഷം ഈ സാമ്രാജ്യത്വോൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ എത്രയായി അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീടുകളിൽ
നമ്മുടെ തീന്മേശകളിൽ അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായോ എന്ന് ഞാൻ ഈ സാന്ദർഭികമായി ഒന്ന് ചോദിക്കുകയാണ്. ഉണ്ടായോ? ഉണ്ടായെങ്കിൽ തീർച്ചയായും നമ്മൾ ജീവിക്കുന്നു എന്ന് നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. നമ്മൾ മനുഷ്യത്വത്തിൻ്റെ ചേരിയിലാണ് എന്നും നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ഈ പരമ്പരാഗത രീതിയുണ്ടല്ലോ, കാപ്പട്യത്തിൻ്റെ ഈ പരമ്പരാഗത രീതിയുടെ ചേരിയിലാണ് നമ്മൾ വാസ്തവത്തിൽ വിമോചിക്കപ്പെട്ടില്ല എന്ന് വേദനയോടുകൂടി നമുക്ക് ഓർക്കേണ്ടി വരും. ഇപ്പോൾ ഒരു കാര്യം, അത് നമ്മുടെ ബാസി സാറ് സംസാരിക്കുമ്പോൾ നിങ്ങളിൽ പലരും എന്നുപോലെ ഞാനും ഓർത്തു പോയതാ. ലോകത്ത് ഈ ഗസ വിഷയം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇന്ന് ഒരുപാട് രാജ്യങ്ങളിൽ നമ്മൾ യൂറോപ്പിനെ എങ്ങനെ കാണുന്നത്, യൂറോപ്പിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ സദാചാരത്തെക്കുറിച്ചൊക്കെ എത്ര നെഗറ്റീവായിട്ട് നരേറ്റീവ് ഉണ്ടാക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ ഇന്ന് മനുഷ്യത്വത്തിന് അതിശക്തമായ പിൻബലം നൽകിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ നാടുകളിലാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞാൽ അത് വ്യക്തികളിലേക്കോ വിഭാഗങ്ങളിലേക്കോ അതിൻ്റെ കുന്തമുനകൾ പോയേക്കുമെന്നതുകൊണ്ട്, അങ്ങനെയൊരു പുതിയ വിവാദം ഉണ്ടായേക്കുമെന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. വേഷങ്ങളും അല്ലെങ്കിൽ നമ്മുടെ നാട്യങ്ങളും ഒന്നുമല്ല, നിലപാടുകളാണ് വസ്തുതാപരമെന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുക. ഗസയിലെ കുഞ്ഞുമക്കളുടെ ശരീരം ചിന്നിച്ചെതറുമ്പോൾ കാലമാണ് സാക്ഷി, ലോകമാണ് സാക്ഷി. ആ കുഞ്ഞു മക്കളുടെ മണലിൽ ഒഴിക്കപ്പെടുന്ന ചോര അർത്ഥവത്തായ മാറ്റങ്ങൾക്ക് നിദാനമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്. സാറ് സംസാരിക്കുമ്പോൾ ഞാൻ കുറേ രാജ്യങ്ങളുടെ അതിശക്തമായ ഗസയ്ക്ക് അനുകൂലമായി, അത് ഗസയിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഗസ ജനങ്ങളും അറബി വംശജരും ഭൂരിപക്ഷവും മുസ്ലിങ്ങളുമാണ് എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല, മനുഷ്യരാണ് എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ മിക്ക രാജ്യങ്ങളും അർജന്റീനയൊഴികെ മുഴുവൻ രാജ്യങ്ങളും വാസ്തവത്തിൽ ഗസയോടൊപ്പമാണ്, പലസ്തീനോടൊപ്പമാണ്. കാനഡയെപ്പോലെ അമേരിക്കയുടെ അതിർത്തിയെ പങ്കിടുന്ന രാജ്യങ്ങൾ കഴിഞ്ഞാൽ ജർമ്മനിയിൽ ചാൻസ്, അവിടുത്തെ രാഷ്ട്രീയം വാസ്തവത്തിൽ ഇസ്രായേലിന് അനുകൂലമാണ്. ഭരണാധികാരികളുടെ ഇൻഡാസുകളുടെ വകവെക്കാതെ ജർമ്മൻ നഗരങ്ങളിൽ ശക്തമായ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബെൽജിയത്തിൽ പ്രകടനം, സ്പെയിനിൽ വമ്പിച്ച പ്രകടനം. ഒരുപക്ഷെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന പ്രകടനങ്ങളുടെ ഒരു രീതി അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഒരു പുതിയ രീതി ഉദയം ചെയ്തിരിക്കുന്നു. ലോക സൈക്ലിംഗ് മത്സരമായിരുന്നു ഇന്നലെ. സ്പെയിനിൽ ആ വേൾഡ് സൈക്ലിംഗ് മത്സരത്തിൽ ഇസ്രായേലിന്റെ പ്രതിനിധികൾ പങ്കെടുത്തപ്പോൾ അവിടെ സംഭവിച്ച എന്താണെന്നറിയോ? ആബാലവൃദ്ധം ജനങ്ങൾ, നൂറുകണക്കിന് ആളുകൾ റോട്ടിലിറങ്ങി ആ മത്സരം ഒടുവിൽ ഉപേക്ഷിക്കേണ്ടതായി വന്നു. അവിടത്തേക്ക് പോലീസിന്റെ ആ രീതിയൊന്നും അതല്ലല്ലോ നമ്മുടെ വിഷയം. പക്ഷേ അതിനെ അല്പം പോലും വകവെക്കാതെ, അതുപോലെ തന്നെ വെനീസുലയിൽ, അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യം, അവിടുത്തെ പ്രസിഡന്റ് നിക്കോളസ് മഡറോ, പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ പരാമർശിക്കപ്പെടാതെ പോകാൻ സാധ്യമല്ല. സൗത്ത് ആഫ്രിക്കയെ നമുക്ക് പരാമർശിക്കാതിരിക്കാൻ സാധ്യമല്ല. നെതന്യാഹുവിനെതിരെ ലോക കോടതിയിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ച സൗത്ത് ആഫ്രിക്കയെ നമുക്ക് അനുസ്മരിക്കാതിരിക്കാൻ നിർവാഹമില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ, ഹോളണ്ട്, ഓസ്ട്രിയ, ആസ്ട്രേലിയയിലെ പ്രകടനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് കൃത്യമായി അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യമാണ്. ഓസ്ട്രിയ, ഇറ്റലി, അതുപോലെ ഇറ്റലിയിലെ ഏതാണ്ട് എല്ലാ നഗരങ്ങളും അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ഇന്നോളമുള്ള പാറ്റേൺ മാറിയിരിക്കുന്നു. നിങ്ങൾക്കറിയോ, ഇറ്റാലിയൻ 3-4 വേൾഡ് ഫുട്ബോൾ ലീഗുകൾ നടക്കുന്ന സമയ, ഇറ്റാലിയൻ ലീഗ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, സ്പാനിഷ് ലീഗ് ഒക്കെ നടക്കുക. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നമ്മളെന്താ വിചാരിച്ചത്? ഇംഗ്ലീഷുകാര് ഫുട്ബോൾ എന്ന് പറയുമ്പോഴേക്കും സകലമാന പരമ്പരാഗത സീമകളും ലംഘിച്ചുകൊണ്ട് ആർമാദിക്കുന്ന ജനക്കൂട്ടം എന്നല്ലേ? ഇസ്രായേലിന്റെ താരങ്ങൾ വരുമ്പോൾ, ഇറ്റാലിയൻ ലീഗിൽ ഉണ്ടായതാ, ഇസ്രായേലിന്റെ താരങ്ങൾ അണിനിരന്നപ്പോ അപാലവൃദ്ധം ജനങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾ, കാണികൾ എഴുന്നേറ്റ് നിന്ന് പുറം തിരിഞ്ഞു നിന്ന് മുഖം തിരിച്ചു നിന്നുകൊണ്ട് ഇസ്രായേലിനോടുള്ള അവജ്ഞ അവർ പ്രകടിപ്പിക്കുകയുണ്ടായി. ഇപ്പോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അതാ സംഭവിച്ചത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു ഇസ്രായേൽ
പ്ലെയറെ കണ്ടപ്പോഴേക്കും സ്റ്റോപ്പ് 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 എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് കണ്ടങ്ങളിൽ നിന്ന് ഗസക്ക് അനുകൂലമായ നിലപാട് ഉയരുകയുണ്ടായി. പോർച്ചുഗൽ, അതുപോലെ തന്നെ നെതർലാൻഡ്, വമ്പിച്ച പ്രകടനം നടന്ന രാജ്യമാണ് നെതർലാൻഡ്. പോളണ്ട്, മാൾട്ട, സ്ലോവേനിയ, ഓസ്ട്രേലിയ. സാറ് പറഞ്ഞു ഓസ്ട്രേലിയയിൽ എത്ര അതൊക്കെ പ്രകടനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാഷ്ട്രീയ കേരളമൊക്കെ വാസ്തവത്തിൽ അമ്പരന്ന് പോകും. ലക്ഷോപലക്ഷം ആളുകൾ അണിനിരുന്ന നോർവേ, അതുപോലെ തന്നെ ലണ്ടനിലെ പാർലമെന്റ് സ്ക്വയറിൽ ആയിരക്കണക്കിന് ആളുകൾ, ദക്ഷിണ കൊറിയയിൽ, ഗ്രീസിൽ, ഡെൻമാർക്കിൽ, ബെൽജിയത്തിൽ, അതുപോലെ ഒന്നുകൂടി ഞാൻ ദീർഘിപ്പിക്കല്ല, സമയം അവസാനിച്ചു. നെതർലൻഡിലെ ഒരു സംഭവം ഉണ്ടായത് 73 ക്രിസ്ത്യൻ പള്ളിയുടെ, ക്രിസ്ത്യൻ ചേർച്ചുകളുടെ ഭാരവാഹികൾ 73, അതിൽ പാതിരിമാരാണ്, അവർ പ്രീസ്റ്റുകളാണ്. അവർ ഒന്നടങ്കം ഗസക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. മറുഭാഗത്ത് ഇപ്പോ അറബ് രാജ്യങ്ങളിലെ തമ്പുരാക്കന്മാരും സുൽത്താൻമാരുടെയും നിലപാടുകൾ എന്ത് എന്നൊന്നും ഞാൻ ഇവിടെ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വേഷങ്ങളല്ല, ഭാവങ്ങളല്ല, മേൽവിലാസങ്ങളല്ല, പാരമ്പര്യത്തിന്റെ അടയാളക്കുറികളല്ല, നമ്മുടെ പരമ്പരാഗതമായ നെറ്റിപ്പട്ടങ്ങളല്ല, ആനച്ചന്തങ്ങളല്ല, അതിലെല്ലാം അപ്പുറത്ത് മനുഷ്യത്വത്തോടുള്ള അതിശക്തമായ ഒരൈക്യദാർഢ്യം ലോകത്തുയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഐക്യദാർഢ്യം ഒരു സംശയവുമില്ല, ആ ഐക്യദാർഢ്യം ഏകാധിപതികൾക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ്. ഒരു മാറ്റമില്ലാതെ പോവുകയില്ല. ഗസയിലെ ചിതറിത്തെറിക്കുന്ന കുഞ്ഞുമക്കൾ ഈ ലോകത്തിന് നൽകുന്ന മഹത്തായ സംഭാവനയായിരിക്കും. നമ്മളൊരു ഒരുപാട് കാലം ജീവിച്ച് മരത്തടി പോലെ ജീവിച്ച് അങ്ങനെ ഒരു വല്ലാത്ത കോലത്തിൽ അങ്ങനെ ജീവിച്ച് ജീർണിച്ച് കാലഗതി അടിയുന്നതിനേക്കാളൊക്കെ അർത്ഥവും പൊരുളുമുള്ളത് ഈ സംഗതികൾക്കാണ് എന്നുകൂടി ഞാൻ പറയുന്നു. എത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഒറ്റൊന്നുകൂടെ പറയട്ടെ. ഇപ്പോൾ ജർമ്മൻ ക്ലബായ ഫോർച്യൂണ, ജർമ്മൻ ഫുട്ബോൾ ക്ലബാണ്. അവരുടെ പ്രിയപ്പെട്ട താരമാണ് ഷോൺ വീസ്മാൻ. ഷോൺ വീസ്മാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ലോകത്തിലെ നമ്പർ 1 ഫോർവേഡുകളിൽ ഒന്നാണ് ഷോൺ വീസ്മാൻ. പക്ഷേ ജർമ്മൻ ക്ലബായ ഫോർച്യൂണ പറഞ്ഞ എന്താണെന്നറിയോ? ഷോൺ വീസ്മാന്റെ കരാർ ഒഴിവാക്കി. കാരണം വീസ്മാൻ പറഞ്ഞിരുന്നു ഒരിക്കൽ 200 ബോംബുകൾ ഉപയോഗിച്ച് ഗസയെ ചുട്ട് ചാമ്പലാക്കുക എന്ന് എവിടെയോ വെച്ചൊരു പ്രസ്താവന ഈ ഷോൺ വീസ്മാൻ നടത്തിയെന്നറിഞ്ഞപ്പോ ഒരു ക്ലബ്ബ് ആ താരവുമായുള്ള കരാറങ്ങ് ഒഴിവാക്കിയിരിക്കുക. സമാനമായ സംഭവങ്ങൾ ഉണ്ട്. ഇപ്പോ വന്നുകൂടി പറയട്ടെ. റോയിട്ടറിലെ ഫോട്ടോ ജേർണലിസ്റ്റ് വെൽഡ്രി സിംഗ്, എനിക്ക് അറിഞ്ഞുകൂടാ പ്രൊനൗൺസിയേഷൻ, പക്ഷെ ഞാനിപ്പോ വെൽഡ്രി സിംഗ് എന്ന് പറയുന്നു. റോയിട്ടറിലെ ഫോട്ടോ ജേർണലിസ്റ്റ് അവരുടെ ID കാർഡ് വലിച്ചു കീറിക്കൊണ്ട് റോയിട്ടേഴ്സ് ഇസ്രായേലിനെ അനുകൂലിക്കുന്നു, എനിക്ക് ആ ജോലി വേണ്ട. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ 100 കണക്കിന് കുട്ടികൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ട, ഞങ്ങൾ പ്രതിഷേധിക്കരുത് എന്നാണ് പറയുന്നതെങ്കിൽ ഈ ഔപചാരിക വിദ്യാഭ്യാസവും ഡോക്ടറൽ, പോസ്റ്റ് ഡോക്ടറൽ, ഈ ആന ചന്തങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ആ നട്ടെല്ലിന്റെ 7 അയലത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ ഞാൻ ഉൾപ്പെടെയുള്ള ഈ സമൂഹത്തിന് എന്ന് ഈ സന്ദർഭത്തിൽ ചോദിക്കാം. കാലമാണ് സത്യം. ലോകത്തിലെ ഈ നമ്മുടെ പ്രമുഖ ആർണോൾഡ് ചോയംബിയുടെ ഒരു വാക്കുണ്ട്, ചരിത്രത്തിന് ഒരു റൊട്ടേഷൻ ഉണ്ട്, സൈക്ലിക് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ചരിത്രം ആവർത്തിക്കുക. ഒരു സംഭവം പറയട്ടെ. 1889 ഞാനത് പറയാനൊരു കാരണമുണ്ട്. ഈ രക്തസാക്ഷി സ്തൂപത്തിന്റെ ഓരം ചേർന്നുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടാ. ഈ ഒരിക്കൽ കൽക്കത്തയിലെ പ്രസിഡൻസി കോളേജ്, അന്ന് ആ കോളേജ് അറിയപ്പെടുന്നത് ഹിന്ദു കോളേജ് എന്നാണ്. ആ കോളേജിന്റെ മുറ്റത്ത് ബ്രിട്ടീഷുകാരനായ പ്രിൻസിപ്പൾ ആ കോളേജിലേക്ക് വരികയാണ്. അത് ബ്രിട്ടീഷുകാരുടെ കോളേജാണ്. അങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പതാക, മറ്റൊന്നുമല്ല, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പതാക. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് എഴുതി വെച്ച ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പതാക പാറിക്കളിക്കുന്നു. ബ്രിട്ടീഷുകാരനായ പ്രിൻസിപ്പൾക്ക് മനസ്സിലായി ഇത് വെല്ലുവിളിയാണ്. ഒരു ഇംഗ്ലീഷ് വിദ്യാലയത്തിൽ ഫ്രഞ്ച് പതാക പാറിപ്പിക്കുന്നത് വെല്ലുവിളിയാണ്. ആ കുട്ടികളെ കണ്ടെത്തി, 3 പേരെ കണ്ടെത്തി, അവരെ പുറത്താക്കി. അവരെ ഏറ്റെടുത്തത് അതാണ് പിൽക്കാലത്ത്
ബംഗാളി നവോത്ഥാനത്തിന്റെയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെയും ഒക്കെ ചാലക ശക്തിയായി പിൽക്കാലത്ത് നിലപാട് മാറുകയുണ്ടായി. ആ കുട്ടികളെ ഏറ്റെടുത്തത് കൽക്കത്ത തെരുവിലെ ധോബികളായിരുന്നു എന്ന്, അതുപോലെ അലക്കുകാരും തൂപ്പുകാരുമായിരുന്നു എന്നത് കാലത്തിന്റെ ഒരു സത്യമാണ്. കാലം കറങ്ങി അക്കാലത്ത് പിന്നെ 1905 ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് ക്യാമ്പസുകളിൽ കൂടിയാലോചനകളുണ്ടായി, ചർച്ചകളുണ്ടായി. ആ സമയത്ത് ഒരു ബ്രിട്ടീഷ് കാര്യ സെക്രട്ടറി ഒരു സർക്കുലർ അയച്ചു ഇന്ത്യയിലേക്ക്. ഏതെങ്കിലും വിദ്യാലയത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആ വിദ്യാലയത്തിലുള്ള കുട്ടികൾക്ക് മത്സര പരീക്ഷകൾക്ക് വിലക്കുണ്ടായിരിക്കും. ആ കോളേജുകളുടെ അംഗീകാരം ക്യാൻസൽ ചെയ്യും. അതായത് ഇന്നത്തെ ഈ അതിദേശീയ ബോധമുള്ള അന്നത്തെ ബ്രിട്ടീഷുകാരോട് വല്ലാത്ത വൈകാരിക അടുപ്പം കാണിച്ച പ്രിൻസിപ്പൽമാർ അത് കോളേജിലൊക്കെ സർക്കുലേറ്റ് ചെയ്തപ്പോ ഞങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കോളേജുകളിൽ നിന്ന് കുട്ടികൾ പുറത്തിറങ്ങി. ആ കുട്ടികളാണ് പിന്നെ 1905 അങ്ങനെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം മുതൽ കൊടുവിൽ ക്വിറ്റ് ഇന്ത്യ സമരം വരെയുള്ള അതിശക്തമായ ദേശീയ പ്രസ്ഥാനത്തിന്റെ വഴിത്താരകളുടെ ഉദയവും ആ മാറിയ നിലപാടാണ് എന്നാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കെട്ടുന്നത്. ലോകമാസകലം ഒരു നിലപാട് മാറ്റം കണ്ടുകൊണ്ടിരിക്കുന്നു. സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ശക്തമായ നിലപാട്, ഈ അതിഭീകരമായ മനുഷ്യത്വരഹിതമായ പൈശാചികതക്കെതിരെയുള്ള നിലപാട്, ആ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് നാഷണൽ ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ, പ്രിയപ്പെട്ട വാസി സാറോട് പറയാനുള്ളത്, ഒരു വലിയ ജനാവലിയെ ഞങ്ങൾ ഇവിടെ ഉദ്ദേശിച്ചിരുന്നിട്ടില്ല. ഇതെല്ലാം സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളാണ്, സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമാണ്. ഇത് വാസ്തവത്തിൽ ഒരു പ്രതീകാത്മകമായ ഒരു പ്രതിനിധാനപരമായ സമരമാണ്. തീർച്ചയായും നമ്മുടെ സിരകളിൽ ഈ നിലപാടുണ്ടാകും. ഈ നിലപാട് വഹിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥവത്തായി എന്ന് കാലത്തോട് പറയാൻ നമുക്ക് സാധിക്കും. ഇത്രയും കാലം രാഷ്ട്രീയം പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു അരമന്ത്രിയാകാനെങ്കിലും സാധിച്ചോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. അരമന്ത്രിയും മുഴുമന്ത്രിയും മറ്റേതെങ്കിലും അലങ്കാര സ്ഥാനങ്ങളുമല്ല. അവനവന്റെ നിലപാട് ആണത്വത്തോടുകൂടി തുറന്നു പറയുന്ന ഒരു വഴിയിൽ ഒരു രാഷ്ട്രീയ പാതയിൽ നിൽക്കാനുള്ള ആ ഒരു വേർതിരിവ്, വകതിരിവ് എന്ന് ഞാനതിനെ വിളിക്കുന്നു. അത് നമുക്കുണ്ടായി എന്ന് നമുക്ക് സമാധാനിക്കാം. ഞാൻ കുറച്ചധികം സംസാരിച്ചു പോയി. പ്രഗത്ഭനായ ഡോക്ടർ നീല ലോഹിതദാസൻ നാടാർ സാറുടെ സമയം പോലും ചുരുക്കിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കൃത്യം 5 മണി 2 മിനിറ്റ് അധികമായി. അവസാനിപ്പിക്കട്ടെ. ഈ സമരത്തിൽ പങ്കുകൊള്ളാൻ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന് എൻ്റെ പ്രിയപ്പെട്ട പാർട്ടി സഹപ്രവർത്തകർക്ക് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് തുടരണം, ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. കേരളത്തിൽ മുഴുവൻ ഗസയ്ക്ക് അനുകൂലമായി ഈ സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരു വലിയ കാറ്റുയർത്താൻ, തീർച്ചയായും കാറ്റു വിതച്ച് കൊടുങ്കാറ്റാക്കി മാറ്റാൻ നമ്മളാൽ സാധിക്കുന്നത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.